ഏറെ മനസ്സിന് സ്പർശിച്ച ഒരുപാട് വർക്ക് ഉണ്ടാവും, എല്ലാം ഇഷ്ടപ്പെട്ടതിനായിരിക്കും. എന്തായാലും എടുത്തു പറയുമ്പോഴേതായിരിക്കും താങ്കളെ സംബന്ധിച്ചിടത്തോളം? ഒരുപാട് പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ എല്ലാ പാട്ടുകളും നമുക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. അപ്പം എല്ലാം ഒന്നിനോടൊന്ന് ഇഷ്ടം തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകൾ. അപ്പോൾ അതിൽ മനസ്സിൽ തട്ടിയിട്ടുള്ളൊരു പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അത് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് നല്ല കമൻറ്റുകളും മനസ്സിന് ടച്ചിങ് ആയിട്ടുള്ള കമൻ്റൊക്കെ കിട്ടിയിട്ടുള്ളത് പ്രിയമുള്ള പ്രവാസികൾ എന്ന് പറഞ്ഞൊരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പാട്ട് ചെയ്തപ്പം ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് പ്രവാസികൾ എടുത്ത് പറയാന്ന് വെച്ചാൽ എടുത്ത് വിളിച്ചിട്ട് കരഞ്ഞിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പം അത് വല്ലാതൊരു മനസ്സിൽ ടച്ച് ചെയ്തൊരു പാട്ടാണ് പ്രിയമുള്ള പ്രവാസികളെ. ആ പാട്ട് വേണമെങ്കിൽ നമ്മൾ ഒന്നിച്ചൊരു 4 വരി പാടാം. ഓ തീർച്ചയായും. പ്രിയമുള്ള പ്രവാസികളെ, തണലേകിയ സോദരരെ, റബ്ബിനോടിന്നിതാ ഞാൻ തേടുന്നു. തനിച്ചല്ല നിങ്ങൾ, കൂടെയുണ്ട് ഞങ്ങൾ. ഈ കാലവും ഈ വ്യാധിയും ദൂരെ മാഞ്ഞു പോകുമേ. പ്രിയമുള്ള പ്രവാസികളെ, തണലേകിയ സോദരരെ. ഈ ഒരു പാട്ടാണ്. ആണല്ലേ. ഇവിടെ താങ്കൾക്ക് ഇതുപോലെ ഉണ്ടാവുമല്ലോ, മനസ്സിൽ സ്പർശിച്ച ഏതെങ്കിലും സെലക്ട് ചെയ്യുമ്പോൾ മുന്നിൽ നിൽക്കുന്ന അതൊന്നും? എനിക്ക് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് എന്തായാലും ഉണ്ടാവുക എൻ്റെ മോൻ ആദ്യമായിട്ട് പാടി ജനങ്ങൾ സ്വീകരിച്ച ആ ഒരു പാട്ട് തന്നെയാണ് പൂമരം എന്നുള്ള പാട്ട്. കാരണം ഞങ്ങൾക്ക് ഒരു തരത്തിൽ ഭാഗ്യം കൊണ്ടുവന്നൊരു പാട്ട് തന്നെയാണ് എൻ്റെ മോന്. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ലെവലിലേക്ക് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അവന് ഇത്രയും ജനങ്ങൾ സ്വീകരിക്കും, ഇത്ര കുഞ്ഞിലെ അവൻ പാടുന്നു. അതന്നെയാണ് ഏറ്റവും വലിയ പ്രിയപ്പെട്ട പാട്ട് എന്ന് പറയുന്നത്. ഒരിക്കലും മനസ്സിന്ന് ഒരിക്കലും വായിക്കാൻ പറ്റാത്തൊരു പാട്ട് അവൻ ആദ്യമായി പാടിയതാണ്. സിബ്രാനെ സംബന്ധിച്ചിടത്തോളം ഉപ്പയും ഉമ്മയൊക്കെ പാടുന്നത് പാട്ടുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ഒരു പാട്ടുകളൊക്കെ അറിയാലോ. ഉപ്പ പാടിയത് ഏറ്റവും നല്ല പാട്ടായിട്ട് മോന് തോന്നിയത് ഏതാണ്? എനിക്ക്